ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയുടെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോസിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും അതിൽ വരുന്ന എല്ലാ ഷെഡ്യൂൾസും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ബാലൻസ് പ്രിപ്പയർഡ് ഇൻ ദി ബുക്സ് ഓഫ് ABC Assurance Limited after the preparation of revenue account for the year ended 31st March 2018. അപ്പോൾ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ആ ട്രയൽ ബാലൻസിന്റെ ബേസിസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിലുള്ള എല്ലാ ഐറ്റംസും വായിച്ചു നോക്കുക. എന്നിട്ട് അത് ഏത് ഷെഡ്യൂളാണെന്നുള്ളത് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റം ഏതൊക്കെ ഷെഡ്യൂൾ ആണ് എന്നുള്ളത് ആദ്യം രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ ഷെഡ്യൂൾ ഏതാണ്? 5 ആണ്. നെക്സ്റ്റ് വരുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ട്. അത് ഷെഡ്യൂൾസ് ഒന്നുമില്ല, അത് പോളിസി ഹോൾഡർ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യലാണ്. ദെൻ ജനറൽ റിസർവ്സ്. ജനറൽ റിസർവ് എന്നൊരു ഷെഡ്യൂൾ നമ്പർ 6, റിസർവ്സ് ആൻഡ് സർപ്ലസ്. കണ്ടിജൻസി റിസർവ്സും ആൾസോ ഷെഡ്യൂൾ നമ്പർ 6. ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ. അതിൽ വരുന്നത് ബിൽഡിങ്ങിന്റെയും ഫർണിച്ചറിന്റെയും ഡിപ്രിസിയേഷന്റെ പ്രൊവിഷൻസ് ആണ്. അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 10 അത് ഡിസ്കസ് ചെയ്യും, അത് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ബാലൻസ് ഓഫ് റവന്യൂ അക്കൗണ്ട്. അതിനും ഒരു പ്രത്യേക ഷെഡ്യൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പോളിസി ഹോൾഡർ ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ബിൽഡിംഗ്, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ. ഇത് ഷെഡ്യൂൾ നമ്പർ 10 ഈ 4 ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ നമ്പർ 8 അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ് ആൾസോ ഡീൽസ് ഇൻ ഷെഡ്യൂൾ നമ്പർ 8. ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ നമ്പർ 8 ഓക്കെ, നെക്സ്റ്റ് ഏജന്റ് ബാലൻസ്. ഏജന്റ് ബാലൻസിൽ ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 129 ഡെബിറ്റ് ബാലൻസ്, അത് ഷെഡ്യൂൾ നമ്പർ 12 ദെൻ 178 ഷെഡ്യൂൾ നമ്പർ 3 കറന്റ് ലയബിലിറ്റിന് വരും. ഓക്കെ, ഷെഡ്യൂൾ നമ്പർ 12 അഡ്വാൻസ് ആൻഡ് അതർ അസറ്റിലാണ്. ദെൻ ലോൺസ്, കമ്പനീസ്, പോളിസീസ്. അപ്പോൾ ലോണിന്റെ ഷെഡ്യൂൾ നമ്പർ 9 ആണ്. അതേപോലെ മോർഗേജ് ഇൻ ഇന്ത്യ, അതും ലോൺ തന്നെയാണ്, ഷെഡ്യൂൾ നമ്പർ 9. ദെൻ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 12 ദെൻ പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് ലാബിലിറ്റി ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 കറന്റ് ലാബിലിറ്റി. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം, അത് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 13 കറന്റ് ലാബിലിറ്റി തന്നെയാണ്. ദെൻ റീ ഇൻഷുറൻസ് കമ്പനി, റീ ഇൻഷുറൻസിന് കൊടുക്കാനുള്ളതാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്, അതും ഷെഡ്യൂൾ നമ്പർ 13. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി വരുന്നത് അതർ അസറ്റ്, ഷെഡ്യൂൾ നമ്പർ 12. ദെൻ ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഷെഡ്യൂൾ നമ്പർ 11. അഡ്വാൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, അത് അവിടെ നിൽക്കട്ടെ. ദെൻ ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, അത് ഷെഡ്യൂൾ നമ്പർ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് അക്രൂഡ് വരുമ്പോൾ അത് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ നമ്പർ 12 അതർ അസറ്റിൽ വരും. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് ഷെഡ്യൂൾ നമ്പർ 13 കറന്റ് ലയബിലിറ്റി. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് ഷെഡ്യൂൾ നമ്പർ 12 അതർ അസറ്റ്. പിന്നെ താഴെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്: പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി ആസ് ഓൺ 31st March 2018 ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഫോർ ഇൻകം ടാക്സ് 2 lakh ആൻഡ് ഡിവിഡൻഡ് 1 lakh. ഓക്കെ, അപ്പോൾ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊക്കെ ഫിഗറൊക്കെ തന്നിട്ടുള്ളത് 1000 അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം, പിന്നെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് അതിൽ ഷെഡ്യൂൾ നമ്പറൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്ത് ചെയ്താൽ മതി? നേരെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം ബാലൻസ് ഷീറ്റിൽ സോഴ്സസ് ഓഫ് ഫണ്ടാണ് വരിക, അല്ലേ? ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം സോഴ്സസ് ഓഫ് ഫണ്ടും പിന്നെ അപ്ലിക്കേഷൻ ഫണ്ടും. അപ്പോൾ 2 ഇതായിട്ടാണ്, ഒന്ന് സോഴ്സസ് ഓഫ് ഫണ്ടും നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത് ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ് ഏത്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ ഷെഡ്യൂൾ നമ്പർ ഏതാണ്? 5 ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഷെയർ ക്യാപിറ്റൽ നേരെടുത്ത് എഴുതാം. എമൗണ്ട് എത്രയാണ്? 50,000 അല്ലേ? അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 5 എമൗണ്ട് 50,000. ഓക്കെ, അപ്പോൾ എമൗണ്ട് എഴുതി 50,000. ക്ലിയർ. നെക്സ്റ്റ് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 6
അല്ലേ, ഷെഡ്യൂൾ നമ്പർ 6. അപ്പോൾ 2 റിസർവ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ജനറൽ റിസർവ്സും കണ്ടിജൻസി റിസർവ്സും. ജനറൽ റിസർവ്സ് 30,000ഉം കണ്ടിജൻസി റിസർവ്സ് 17,016. അപ്പോൾ ടോട്ടലി 47,016 കിട്ടി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താ എഴുതാൻ, ഷെഡ്യൂൾ നമ്പർ 6 എന്നിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് എമൗണ്ട് എഴുതാം. എമൗണ്ട് 47,016. സോ അതിൻ്റെ സബ് ടോട്ടൽ എഴുതി 97,016. ക്ലിയർ? നെക്സ്റ്റ് വരുന്നതാണ് ഷെഡ്യൂൾ നമ്പർ 7, ബോറോവിങ്. അപ്പോൾ ബോറോവിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ ബോറോവിങ് ഈസ് നീൽ. ദ നെക്സ്റ്റ് വൺ, പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ അതിന് ഷെഡ്യൂൾ നമ്പർ ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഷെഡ്യൂൾ നമ്പർ പോളിസി ഹോൾഡേഴ്സിന് ഷെഡ്യൂൾ നമ്പർ ഇല്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതാറ്. പോളിസി ഹോൾഡേഴ്സ് ഫണ്ടിൽ ആദ്യം വരുന്നതാണ് ലൈഫ് അഷുറൻസ് ഫണ്ട്. അപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് തന്നിട്ടുള്ളത് എമൗണ്ട് 1,30,300. സോ 1,30,300 എഴുതി. ദെൻ ആഡ് ബാലൻസ് ഓഫ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിലെ ബാലൻസ് എന്ത് ചെയ്യണം, ഈ പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ബാലൻസ് ഓഫ് റവന്യൂ അക്കൗണ്ട് വരുന്നത് 598 ആണ്. അപ്പം അതിൽ നിന്ന് ഈ ഇൻകം ടാക്സും അതേപോലെ ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്, ഇതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ലെസ് ചെയ്യുക. അവിടെ 1 lakhും 2 lakhമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫിഗർ 1000-ലായതുകൊണ്ട് ഇവിടെ 100ഉം 200ഉം എടുത്തു. സോ അത് ഈ 598-ൽ നിന്ന് ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 290 കിട്ടും. അങ്ങനെ ടോട്ടൽ കിട്ടുന്നത് 1,30,598. അപ്പോൾ ഈ ടോട്ടലും ഈ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 2,27,614 എന്നുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി, സോഴ്സസ് ഓഫ് ഫണ്ട് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ഫസ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റ് വരുന്നത്. ഷെഡ്യൂൾ നമ്പർ 8 ആണ് അല്ലേ. അപ്പോൾ 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളോട് പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റിന് 2 എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 18,600ഉം ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ് 78,670 ആണ്. അപ്പോൾ ടോട്ടലി 97,270. നമ്മൾ ജസ്റ്റ് അത് ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, അതാ ഷെഡ്യൂൾ നമ്പർ 8 എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് നേരെ ഷെഡ്യൂൾ നമ്പർ 8ൽ 97,270 എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോൺസ് ആണ്. ലോൺസിൻ്റെ ഷെഡ്യൂൾ നമ്പർ 9 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ലോൺസിൻ്റെ ഷെഡ്യൂൾ നമ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്യാം, ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ലോൺസിൻ്റെ ഷെഡ്യൂൾ നമ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ലോണാണ് എടുത്തിട്ടുള്ളത്. ലോൺസ് ഓൺ കമ്പനീസ് പോളിസീസ് 45,600ഉം ദെൻ മോർഗേജ് ലോൺ ഇൻ ഇന്ത്യ 35,750. അപ്പോൾ ടോട്ടലി 81,350. ഇതെന്ത് ചെയ്യുക, നേരെ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ ലോണിൻ്റെ നേരെ ഷെഡ്യൂൾ നമ്പർ 9ൽ എഴുതുക 81,350. ഓക്കെ, സോ ലോണ് 9, ഷെഡ്യൂൾ നമ്പർ 9 81,350. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിക്സ്ഡ് അസറ്റ് ഷെഡ്യൂൾ നമ്പർ 10ലാണ്. അപ്പോൾ ഇനി ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സ്ഡ് അസറ്റ് എന്താ നോക്കാം. ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സ്ഡ് അസറ്റിൽ വരുന്നത് ബിൽഡിംഗ്, എല്ലാ അസറ്റും ആണ്. ഓക്കെ, ബിൽഡിംഗ് 19,750 ആണ്. പക്ഷേ അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഇത് ലെസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് റെക്കോർഡ് ചെയ്തു. ദെൻ ഫർണിച്ചർ അതേപോലെ തന്നെ 62,45 നിന്ന് 112 ലെസ് ചെയ്തപ്പോൾ കിട്ടി 61,33. ദെൻ കമ്പ്യൂട്ടർ ഡിപ്രിസിയേഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ നേരെ ആ എമൗണ്ട് എഴുതി 7,800. ആൻഡ് സോഫ്റ്റ്വെയർ ആൾസോ ഡിപ്രിസിയേഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അമോർട്ടൈസേഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ 14,560. ഇപ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് അസറ്റ് വന്നിട്ടുള്ളത് ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സ്ഡ് അസറ്റ് വന്നിട്ടുള്ളത് 47,568. ഓക്കെ, അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സ്ഡ് അസറ്റിൻ്റെ നേരെ എഴുതി 47,560. ഇനി വരുന്നത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിൽ ഷെഡ്യൂൾ നമ്പർ 11 പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഷെഡ്യൂൾ നമ്പർ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ നോക്കി കഴിഞ്ഞാൽ 2 ബാലൻസ് ആണുള്ളത്. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്, ദാറ്റ് ഈസ് 1,200ഉം ആൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് 15,000ഉം. അപ്പോൾ ടോട്ടൽ 16,200 ആണ് ഈ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഷെഡ്യൂൾ നമ്പർ 11 16,200. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് ആൻഡ് അതർ അസറ്റ് ഷെഡ്യൂൾ നമ്പർ 12. അപ്പോൾ അഡ്വാൻസും അതർ അസറ്റും ഒക്കെ വരുന്നത് ഷെഡ്യൂൾ നമ്പർ 12ലാണ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 12 ഒന്ന് നോക്കാം. ഷെഡ്യൂൾ നമ്പർ 12ൽ വരുന്നത് ഏജന്റ് ബാലൻസ് 129. ഓക്കെ, ഡെബിറ്റ് ബാലൻസ്. ദെൻ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് അത് അസറ്റ് ആണ് 340. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതും ഒരു ഇൻകം ആണ് അല്ലേ, 450.
ദെൻ സ്റ്റോക്ക് 58, സൺട്രി ഡെപ്റ്റേഴ്സ് ഇറ്റ്സ് ആൾസോ അതർ അസറ്റ് 120. ഇപ്പോൾ ടോട്ടൽ 1097. അപ്പോൾ അഡ്വാൻസ് ആൻഡ് അതർ അസറ്റ് എന്നുള്ള ഷെഡ്യൂൾ നമ്പർ 12 നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക 1097 റെക്കോർഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ കറന്റ് അസറ്റ് കിട്ടിയിട്ടുള്ളത് 17,297 ആണ്. ഈ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കറന്റ് ലാബിലിറ്റി ആണ്. കറന്റ് ലാബിലിറ്റി വന്നിട്ടുള്ളത് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. അപ്പോൾ കറന്റ് ലാബിലിറ്റി ഏതൊക്കെയാണെന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഏജന്റ് ബാലൻസ് ഫസ്റ്റ് വൺ വന്നാൽ ഏജന്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ക്രെഡിറ്റ് ബാലൻസ് കറന്റ് ലാബിലിറ്റി ആണ്. ദെൻ പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 418. ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം അങ്ങോട്ട് തിരികെ കൊടുക്കാനുള്ള ക്ലെയിം ആണ്, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം ഈസ് ആൻഡ് അതർ കറന്റ് ലാബിലിറ്റി 11,200. ദെൻ റീ ഇൻഷുറൻസ് കമ്പനി അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. സോ 3,590 അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് 310. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, 15,696 കിട്ടി. അപ്പോൾ ഈ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കറന്റ് ലാബിലിറ്റി ഷെഡ്യൂൾ നമ്പർ 30 15,696 റെക്കോർഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഷെഡ്യൂൾ നമ്പർ 14 പ്രൊവിഷൻ ആണ്. അവിടെ പ്രൊവിഷൻ വന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പ്രൊവൈഡിങ് ഇൻകം ടാക്സ് പ്രൊവിഷൻ 2 lakhും അതേപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന് 1 lakh ആണ്. അപ്പോൾ ഈ ഇൻകം ടാക്സിന് പ്രൊവിഷൻസ് ഇവിടെ ഓൾറെഡി നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് പറഞ്ഞിട്ടുണ്ട്. എത്ര, 175. അത് 125 ആണ്, 152 അല്ല. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് 125. ഓക്കെ, 125 ആണ്. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഇൻകം ടാക്സ് 200 നിന്നും അഡ്വാൻസ് പേയ്മെന്റ് 125 എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. സോ പ്രൊവിഷൻ ഫോർ ടാക്സ് എത്ര കിട്ടി, 75. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 100. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, 175 കിട്ടി. അപ്പോൾ അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 14 അണ്ടറിൽ 175 എമൗണ്ട് എഴുതി. അപ്പോൾ നമുക്ക് കറന്റ് ലാബിലിറ്റിയും കിട്ടി, കറന്റ് അസറ്റും കിട്ടി. അപ്പോൾ കറന്റ് ലാബിലിറ്റിയും കറന്റ് അസറ്റും നമ്മൾ എന്ത് ചെയ്യുക, അത് നെറ്റ് കറന്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലാബിലിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് കറന്റ് അസറ്റ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഈ എമൗണ്ടിൽ നിന്ന് 17,297 നിന്നും 15,871 ലെസ് ചെയ്തപ്പോൾ 14,26 കിട്ടി. ഓക്കെ, ദെൻ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ നമ്പർ 15 ആണ്. അതൊന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ ഡെബിറ്റ് ബാലൻസിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലുള്ള ഡെബിറ്റ് ബാലൻസ് അതും മെൻഷൻ എമൗണ്ട് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതും നില്ലാക്കി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് 3ഉം അതേപോലെ ഇതും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,27,614 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും എന്താണ്, ഈക്വലായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഇതിൽ നമ്മൾ ഈ ഷെഡ്യൂൾസ് നമ്പർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഷെഡ്യൂൾ നമ്പർ നമ്മൾ 2-3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ആ ഷെഡ്യൂൾ നമ്പറും അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൂടി ക്ലിയർ ആകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു for watching.